മ്യൂസിക് മോജോയില് ഞങ്ങൾ വേണ്ട എന്ന് വെച്ച പാട്ടായിരുന്നു രാസയ്യയും. അത് കഴിഞ്ഞിട്ട് പക്ഷെ കോളേജില് റാഗിങ്ങിന്റെ ടൈമില് അതെ പഠിച്ച ഒരു പാട്ടാ. ബട്ട് അതിനെ ഇങ്ങനെ ഒരു ഫോർമാറ്റിലേക്ക് കൊണ്ടുവരുമെന്ന് അത് അഗൈൻ ഗോസ് ടു നമ്മുടെ ബാൻഡ് മെമ്പേഴ്സ് എല്ലാവരുടെയും കഴിവാണ്. സ്റ്റോറി ടെല്ലർ. അതെ. രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക കുത്തുള്ളുകുള കുതിരിയനോടാലിനി മദാരിക നന്നന നിന്നന നീളേ കുത്തുള്ളുകുള കുതിരിയനോടാലിനെ ആ ആ കുത്തുള്ളുകുള കുതിരിയനോടാലിനി മദാരിക നന്നന നിന്നന നീളേ കുത്തുള്ളുകുള കുതിരിയനോടാലിനെ ദേശം താഴോ രാജ ദേശം താഴാഴോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക രാസയ്യോ രാജ രാസയ്യാരോ രാജകുമാരക. ഈ പാട്ടിനെ പറ്റിയിട്ട് ഞാൻ ഭദ്രനെ സംസാരിക്കണത് മറ്റൊരു ഇന്റർവ്യൂവിൽ കേട്ടിരുന്നു. അബൌട്ട് ലൈക്ക് കോളേജില് ഇതിങ്ങനെ റാഗ് ചെയ്ത സമയത്ത് പാടിയതായിരുന്നു. പിന്നെ ഇത് പാടാൻ അച്ഛൻ സജസ്റ്റ് ചെയ്തു പാടിക്കൂടെന്ന്. അപ്പൊ ആ ഒരു സ്റ്റോറി ടെല്ലർ ബാൻഡിന്റെ ബിഹൈൻഡ് ദ രാസയ്യ ആക്ച്വലി ഈ പറഞ്ഞ പോലെ കോളേജിൽ വെച്ച് എനിക്ക് കിട്ടിയ ഒരു പാട്ട്, ഒരു നിധിയാണത്. അപ്പോ അവിടുന്ന് പിന്നെ ഇത് എൻ്റെ അച്ഛന് ഇങ്ങനെ ചില പാട്ടുകളോടൊരു ഭയങ്കര ഇഷ്ടക്കൂടുതലുണ്ട്. അപ്പൊ ഇടയ്ക്കിടയ്ക്ക് എന്നോട് പറയും ഇന്ന പാട്ട് പാടിക്കൂടെ ഇന്ന പാട്ട് പാടിക്കൂടെ. അതൊക്കെ പാടി കഴിഞ്ഞാൽ തന്നെ ഓൾമോസ്റ്റ് ഇത് ഹിറ്റാട്ടോ. മിക്കവാറും ഞാൻ കവേഴ്സൊക്കെ ചെയ്തങ്ങനെ അങ്ങനെ സജസ്റ്റ് ചെയ്ത പാട്ടുകളായിരിക്കും. അപ്പം അങ്ങനെ രാസയ്യോ എന്നോട് ചോദിച്ചു, ഇങ്ങനെ നമ്മൾ ബാൻഡ് ഫോം ചെയ്തപ്പം ഫസ്റ്റ് മ്യൂസിക് മോജോ സെഷന്റെ സമയത്താണ് അച്ഛൻ സജസ്റ്റ് ചെയ്യണ ഈ പാട്ട് നല്ല പാട്ടില്ലേ അത് പാടിക്കൂടെ എന്ന് ചോദിച്ചു. അപ്പം അങ്ങനെ ഞാൻ സുദീപിനോട് പറഞ്ഞു. പക്ഷെ എനിക്ക് അതിന്റെ ബാക്കി ലിറിക്സ് അറിയില്ല. ആകെ ഫസ്റ്റ് കുറച്ചേ അറിയുള്ളൂ. പിന്നെ എൻ്റെ കോളേജിലെ ഒരു ഇതുമാതിരി ഒരു ചേട്ടനെ എനിക്ക് നമ്പേഴ്സും ഇല്ല അന്ന്. ഞാൻ ഓർക്കുട്ടാണ് ഫേസ്ബുക്കിലാന്ന് ഞാൻ മെസ്സേജ് അയച്ചു, ഇങ്ങനെ ഈ പാട്ടിന്റെ ബാക്കി കിട്ടാൻ വല്ല വഴിയുണ്ടോ. എന്നിട്ട് പുള്ളി എനിക്ക് ഒപ്പിച്ചെന്നതാ. എന്നിട്ട് പിന്നെ ലിറിക്സ് വെച്ചിട്ട് ആദ്യം ലിറിക്സും ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഉഴപ്പിയത്, അത് വേണ്ട ഈ പാട്ട് വേണ്ട ശരിയാവില്ല എനിക്ക് അതിന്റെ ലിറിക്സ് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ ഞാനിത് പാടി വൈബായി കഴിഞ്ഞു. പിന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് രാസയ്യോ ഇതിൽ വരുന്നത്. എന്റെ ജീവിതത്തിൽ അതൊരു ഭയങ്കര വഴിത്തിരിവായിരുന്നു. അതുവരെ ഞാൻ ഫിലിം സോങ്സ് ഒന്നും പാടില്ല. അത് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റ് തന്നെയാണ് തുടങ്ങിയത്. അപ്പം അതിന് മുമ്പ് ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബാൻഡ്സിലൊക്കെ പ്രോഗ്രാംസ് ചെയ്തിരുന്നു എന്നുള്ളതല്ലാണ്ട് അഗെയിൻ ആ ബാൻഡിലും ഞാനും സുദീപും മെമ്പേഴ്സ് ആയിരുന്നു. ഞങ്ങൾ രണ്ടുപേരും വോക്കലിസ്റ്റ് ആയിരുന്നു. അങ്ങനെയാണ് സുദീപിനെ കണക്ട് ചെയ്യുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ രണ്ടുപേരും ഏകദേശം ഒരേ തോട്ട് പ്രോസസ് ആയതുകൊണ്ട് ശരി നമുക്കൊരു ഇൻഡിപെൻഡന്റ് ബാൻഡ് തുടങ്ങാമെന്ന് പറഞ്ഞിട്ടാണ് സ്റ്റോറി ടെല്ലർ തുടങ്ങുന്നത്. അപ്പം സ്റ്റോറി ടെല്ലറിന്റെ ഫസ്റ്റ് ഇതിലാണ് രാസയ്യോ എന്ന്. അപ്പൊ അങ്ങനെ രാസയ്യോ ഹിറ്റായി.